ഗൈസ് അങ്ങനത്തെ ഞങ്ങളിവിടെ കുളപ്പള്ളി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. അളിയന്തി ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കല്യാണ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നത്. ചക്കരയമ്മേ വന്നിട്ടില്ല, ഞങ്ങൾ രണ്ടാളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അവരവിടെ പിന്നെ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരുമായിട്ട് ഒരു തിരക്കിലാണ്. അപ്പോൾ ഉമ്മയും വാപ്പായും ഇവിടെ എത്തിയിട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അത് ഇവിടെ ബസ്സിന് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഷൊർണൂരിൽ നിന്ന്. അങ്ങനെ തന്നെ ഒറ്റ ബസ് തന്നെ വന്നത്. ഷൊർണൂർ എത്തിയപ്പോൾ തന്നെ അവർ വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരിവിടെ ഏതോ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കി നോക്കാം ഇവിടെ എവിടെയുള്ളത്. വാ 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 കേറി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ലേറ്റ് ആയില്ലേ ബസ്? അമ്മ ബസ് നല്ല ലേറ്റ് ആയി. ആ കുട എടുത്തോ, കുട എങ്ങ് എടുത്തോ അമ്മ? കയറിക്കോളി കയറിക്കോളി. അങ്ങനെ കേസ് അവിടെ അമ്മായി വാപ്പ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ നമുക്ക് കല്യാണപ്പരയിലേക്ക് പോകാം. അങ്ങനെ ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി ചായ കുടിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ബസ്സിന് പിന്നെ നല്ല ലേറ്റ് ആയി. കാരണം എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചേക്കാളും ഏകദേശം ഒരു 9 കാലിനാണ് ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ കുടിച്ചായിരുന്നു. അല്ലെ ഒന്നുകൂടെ കുടിക്കുന്ന ചായ? നമ്മളിപ്പോൾ കുടിച്ചേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ചായ കുടിച്ചതേ ഉള്ളായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഇവരെ പിക്ക് ചെയ്തത്. കടിയെടുക്കും കടിയുണ്ട്. അപ്പോൾ ഇവർ ബസ്സിന് വന്നതുകൊണ്ട് പ്രതീക്ഷിച്ചേക്കാളും നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ലേറ്റായി. അതേസമയം ട്രെയിനിനായിരുന്നെങ്കിൽ ഇത്രയും ലേറ്റ് വരത്തില്ലായിരുന്നു. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഏതായാലും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അനിയൻ വരുന്നുണ്ട്. അനിയൻ പിന്നെ എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പം അവ ഇനിയേ വരത്തുള്ളൂ. അപ്പോൾ അവനെ ഇനി ഞാൻ ഇവരെ കൊണ്ടാക്കിയിട്ട് വേണം പിക്ക് ചെയ്യാൻ വരാൻ. അങ്ങനെ ഗൈസ് ഇതാ ഇവിടെ പിന്നെ ഉമ്മായി പപ്പായൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ കഴുകുന്നുണ്ട്. അപ്പോൾ ചക്കരതയെ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഉമ്മാനെ പനെ. ചക്കരെ കാലെന്ത്? ചെരുപ്പിടേണ്ട പ്രശ്നമില്ല, ചെരുപ്പ് കഴുകാം. ഞാൻ കഴുകാം. കഴിച്ചില്ലല്ലോ? നീ കഴിച്ചോ? ആ ചക്കര വയറ് വിശന്നപ്പോൾ മുന്നേ കഴിച്ചിട്ട്. ഇപ്പോൾ ഞാനിവിടെ കൈ കഴുകിയിട്ടെ. നിങ്ങൾ ഇരിക്കും ഉമ്മ, ഇരിക്കും. തോന്നല്ലേ? യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമേ കിടന്നു. നമ്മൾ ബുക്ക് ചെയ്ത ബസ് വീട്ടിനടുത്തുള്ളൂ. അപ്പോൾ അടുത്ത ആളെത്തിയിട്ടുണ്ട്. കേറിക്കോ പോവാ അളിയാ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ നമ്മളെ? രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോയിട്ട് ഉമ്മനെയും അപ്പനെയും കൊണ്ടുപോയി അവിടെ കല്യാണം. അവര് 9:30 ഇവിടെ എത്തി. അതെ, ഇപ്പൊ 11. ബസ് നല്ല ലേറ്റ് ആയില്ലേ?
എത്തിയപ്പോ ഈ സമയം തൃശ്ശൂരിൽ നിന്നൊക്കെ നല്ല ആള് കയറി. എത്ര മണിക്കായിരുന്നു? 5 മണി കയറിയല്ലേ? 5 അവിടെ ബസ് വന്നപ്പോ ലേറ്റ് ആയി. 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞു. പിന്നെ ഇതുവഴി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുറ്റി തിരിഞ്ഞു വന്നാണ്. അവര് വന്നപ്പോഴും അപ്പായ്മായി വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. ലേറ്റായി. അവര് വന്നപ്പോ ഏകദേശം 11:30-12 മണിക്കൂർ എടുത്തില്ല ഇവിടെ എത്താൻ. കല്യാണമൊക്കെ എന്തായാലും കല്യാണം അന്നത്തെ തലേ ദിവസം പരിപാടിയെല്ലാം കഴിഞ്ഞ് മെയിൻ പരിപാടി നാളെ അല്ലേ? നിക്കാഹ് നേരത്തെ കഴിഞ്ഞതാണ്. നിക്കാഹ് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച നിക്കാഹ് കഴിഞ്ഞ്. ചക്കര അവിടെ വീട്ടിലുണ്ടോ? എല്ലാരും അവിടെ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ അവരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നിന്നെടുക്കാൻ വന്നു. പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ? ഇല്ല, കഴിക്കണം. ഫുഡ് വീട്ടിൽ പോയി കഴിക്കാം. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ഓക്കെ, നമ്മള് കഴിച്ചില്ലേ അളിയാ? നമ്മള് ചെറിയ കോലത്തിലൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സഭ ഏതായാലും വീട്ടിൽ പോയിട്ട് വയ്ക്കണം. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നു. ഡ്രസ്സൊക്കെ മാറിയില്ലേ? പാപ്പന്ന് ഡ്രസ്സ് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. സന, നീ യാർ തെരിയുമോ? എങ്ക தெரியாதா? தூக்கத்தில் இருக்கா? இது வந்து என் அப்பா, இது வந்து அம்மா, நான் ഇവിടെ ഉണ്ട്, റമി ഇവിടെ ഉണ്ട്. ഇത് ആര് தெரியுமா? ഇത് தெரியாதா? എന്നോട് വന്നപ്പോൾ ചോദിച്ചു ഇതാരെന്ന്. ഞാൻ പറഞ്ഞ വഴിയിൽ നിന്ന് കിട്ടി അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പറഞ്ഞു സൊല്ലുന്ന്. ഇത് വന്ന് എൻ തമ്പി, தெரியுமா? മിയാസ് ഉറങ്ങി. സോഫിത്ത മിയാസ് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ റമിയുടെ കൂടെ ഉണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, ചക്കരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പായുമായും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇനിയിപ്പം എനിക്ക് ഫുഡ് കഴിക്കുന്ന. അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നീ ബിരിയാണി കഴിക്കുമല്ലോ? ബിരിയാണി കഴിക്കും. അപ്പോൾ ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയാണ് നമ്മുടെ കല്യാണം വന്നിട്ട്. ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആക്കിയിട്ട് അളിയൻ അവിടെ റോഡിലുണ്ട്. അളിയ റോഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അളിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കൊച്ചു വിശേഷം. നിന്റെ ചാനൽ എങ്ങനെ പോകുന്നു? ചാനൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വീഡിയോസൊക്കെ ഇടാം. വീഡിയോസൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ഇടാൻ വേണ്ടി ഉണ്ടാവും. നമ്മുടെ ഡെയിലിയുള്ള അപ്ഡേഷൻസ്, ട്രാവൽ കാര്യങ്ങളൊക്കെ ഇട്ട് പോയാൽ മതി. അപ്പോൾ ഏതായാലും എൻ്റെ ചാനലിൻ്റെ പേര് എക്സ്പ്ലോർ വിത്ത് റമി അല്ലേ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി. കാരണം ട്രാവല് പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളായാലും ട്രാവലായാലും ഫുഡ് ബ്ലോഗായാലും എല്ലാം വീഡിയോയിലായിട്ട്. നോർത്ത് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി ഇരിക്കണം. നമ്മുടെ ഈ കല്യാണം ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ എൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇവിടെ ബാക്കി ഫുഡൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ്. ചക്കരയും അമ്മയൊക്കെ അകത്തുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങൾ. ഇവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.